എന്റെ വലതുകൈയിൽ സൂര്യനെയും ഇടതുകൈയിൽ ചന്ദ്രനെയും വെച്ച് തന്നാൽ പോലും എനിക്ക് ഈ ദൗത്യം ഉപേക്ഷിക്കാൻ പറ്റില്ല. ഇതും പറഞ്ഞ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരൽപ്പം മാറി നിന്ന് വിതുമ്പി. ഇസ്ലാം മത പ്രചാരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടവരെല്ലാം ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇത് അവസാനിപ്പിക്കാൻ എന്താണ് വഴി? ഖുറൈശികൾ ഗൂഢാലോചനയിലാണ്. മർദ്ദനങ്ങൾ പലതും നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. ഇനി അനുനയമാണ് മറ്റൊരു വഴി. മുശ്രിക്കുകളിൽ നിന്നും പ്രധാനികളായ ചിലർ അബൂത്വാലിബിനെ കാണാൻ തീരുമാനിച്ചു. അബൂത്വാലിബിന് മാത്രമേ മുഹമ്മദിനെ തടയാൻ കഴിയുകയുള്ളൂ. ഇനി അവനെ സമീപിക്കാം. എല്ലാവരും ഒരേ അഭിപ്രായത്തിലെത്തി. മുശ്രിക്കുകളിൽപ്പെട്ട നേതാക്കൾ അബൂത്വാലിബിനെ സമീപിക്കുകയാണ്. അബൂത്വാലിബെ, താങ്കളുടെ സഹോദരപുത്രൻ നമ്മുടെ ദൈവങ്ങളെ നിരസിക്കുകയും അവയെ ആരാധിക്കുന്നത് മണ്ടത്തരമാണെന്ന് വാദിക്കുകയും ചെയ്യുന്നു. ഇത് ഞങ്ങൾക്ക് സഹിക്കാനാകുന്നില്ല. ഒന്നുകിൽ അവനെ താങ്കൾ തടയണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വിട്ടുതരണം. അബൂത്വാലിബ് അവരെ മാന്യമായി സ്വീകരിച്ചിരുത്തി സൗമ്യമായി സംസാരിച്ചു. ശേഷം വളരെ തന്ത്രപരമായി അവരെ മടക്കി അയച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദൗത്യം തുടർന്നു. അവർ വീണ്ടും അബൂത്വാലിബിനെ കാണാൻ തീരുമാനിച്ചു. അബൂത്വാലിബിന് മാത്രമേ മുഹമ്മദിനെ പിന്തിരിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഒരിക്കൽ കൂടി അദ്ദേഹത്തെ സമീപിച്ചു സമ്മർദ്ദം ചെലുത്തി നോക്കാം. അങ്ങനെ അവർ വീണ്ടും അബൂത്വാലിബിനോട് സംസാരിച്ചു. താങ്കൾ വൃദ്ധനായിരിക്കുന്നു. താങ്കൾ ഒരു മാന്യനുമാണ്. താങ്കളുടെ സഹോദരപുത്രനെ തടയിടാൻ ഞങ്ങൾ നേരത്തെ താങ്കളോട് അഭ്യർത്ഥിച്ചതാണ്. എന്നാൽ അതിന് ഫലമൊന്നും ഉണ്ടായില്ല. അവൻ നമ്മുടെ ആരാധനകളെയും ആചാരങ്ങളെയും ചോദ്യം ചെയ്യുന്നു, അവയെ നിരസിക്കുന്നു. ഇതൊന്നും സഹിക്കാനാകുന്നില്ല. താങ്കൾ ഉടനെ ഇടപെടണം, അല്ലെങ്കിൽ ഞങ്ങൾ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ്. ഇതവണ അവരുടെ ഓരോ വാക്കിലും കോപവും ഭീഷണിയും നിറഞ്ഞിരുന്നു. അബൂത്വാലിബ് ആകെ ആശയക്കുഴപ്പത്തിലായി. ഒരു ഭാഗത്ത് ഖുറൈശി നേതാക്കൾ പിണങ്ങിപ്പോയതിലെ വ്യസനം, മറുഭാഗത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിന്ദിക്കുന്നതിലെ മനസാക്ഷിക്കുത്ത്. അവസാനം തന്റെ ഉള്ളിലുള്ള സംഘർഷത്തിന്റെ കാഠിന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയട്ടെ എന്ന് കരുതി ഈ വിവരം പങ്കുവെക്കാൻ തന്നെ തീരുമാനിച്ചു. മോനെ മുഹമ്മദ്, സൂക്ഷിക്കണം. വാർദ്ധക്യത്തിലെത്തിയ എനിക്ക് നീ ഒരു ഭാരമാവരുതല്ലോ. എന്നിട്ട് അദ്ദേഹം ഖുറൈശികൾ ഉന്നയിച്ച കാര്യങ്ങൾ ബോധിപ്പിക്കുകയും അവർ പിണങ്ങിപ്പോയ സംഭവങ്ങൾ പങ്കുവെക്കുകയും അതോടൊപ്പം അവരുടെ അടുത്ത നീക്കം പ്രവചിക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് നിന്റെയും എന്റെയും ജീവൻ നിലനിർത്താൻ ശ്രമിക്കണമെന്ന് സൗമ്യമായി പങ്കുവെക്കുകയും ചെയ്തു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആകെ സംശയത്തിലായി. മൂത്താപ്പയുടെ നയം മാറുകയാണോ? തന്നെ സംരക്ഷിക്കുന്നതിൽ പ്രശ്നങ്ങളുണ്ടെന്നത് ശരി തന്നെയാണ്. പക്ഷേ ഈ കൈവിടൽ, ശത്രുക്കൾക്ക് ഏൽപ്പിക്കാൻ മാത്രം സമ്മർദ്ദം അദ്ദേഹം നേരിട്ടിരിക്കാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൂത്താപ്പ, എന്റെ വലതു കൈയിൽ സൂര്യനെയും ഇടതു കൈയിൽ ചന്ദ്രനെയും വെച്ച് തന്നാൽ പോലും എനിക്ക് ഈ ദൗത്യം ഉപേക്ഷിക്കാൻ പറ്റില്ല. ഇതും പറഞ്ഞ് ഒരൽപ്പം മാറി നിന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിതുമ്പി. ഇത് കണ്ട അബൂത്വാലിബ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, നീ നിന്റെ ദൗത്യവുമായി മുന്നോട്ടു പോവുക. അല്ലാഹു സത്യം, എന്റെ തല മണ്ണിൽ മറവ് ചെയ്യുന്നത് വരെ നിന്നെ ഞാൻ അവർക്ക് വിട്ടുകൊടുക്കുകയില്ല. സഹോദരപുത്രനെ കരുത്തായി ഉറച്ചു നിൽക്കാൻ തന്നെ അബൂത്വാലിബ് തീരുമാനിച്ചു. അബൂത്വാലിബിന്റെ ഈ നയം ഖുറൈശികൾക്ക് തീരെ പിടിച്ചില്ലെന്ന് മാത്രമല്ല, അവരുടെ വൈരാഗ്യം കൂടുകയും ചെയ്തു. ഖുറൈശി നേതാക്കൾ അബൂത്വാലിബിന് മറ്റൊരു മകനെ നൽകിക്കൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിട്ടു നൽകാൻ ആവശ്യപ്പെടുക. അവർ ചർച്ച ചെയ്തു. വലീദ് തയ്യാറായി.
തൻ്റെ മിടുക്കനും സുന്ദരനുമായ മകനെ അബൂ ത്വാലിബിന് നൽകിക്കൊണ്ട് മുഹമ്മദിനെ അവർക്കായി വിട്ടു നൽകുന്ന രീതിയിലേക്ക് അവർ അബൂ ത്വാലിബിനെ സമീപിച്ചു. കൂടെ ഉമാറത്തുബിനു അബീ ത്വാലിബിനെയും ഉമാറത്തുബിനു വലീദിനെയും കൂട്ടിയിട്ടാണ് അവർ അബൂ ത്വാലിബിനെ സമീപിക്കുന്നത്. അബൂ ത്വാലിബെ, ഈ ഉമാറത്തിനെ നീ സ്വീകരിച്ചു കൊള്ളുക. യുവാക്കളുടെ കൂട്ടത്തിലെ മിടുക്കനും സുന്ദരനുമായ ഇവനെ സ്വീകരിച്ചുകൊണ്ട് പകരം നീ മുഹമ്മദിനെ ഞങ്ങൾക്കായി വിട്ടു നൽകുക. ഞങ്ങൾ അവനെ വകവരുത്തും. ഖുറൈശികൾ അവരുടെ നിലപാട് കടുപ്പിച്ചു. ഇപ്രാവശ്യം അബൂ ത്വാലിബ് പറഞ്ഞു, നിങ്ങളുടെ ഒരു മകനെ ഞാൻ വാങ്ങി സ്വന്തം പുത്രനെ പോലെ സംരക്ഷിക്കുക. പകരം എൻ്റെ മകനെ വധിക്കാൻ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരിക. അള്ളാഹു സത്യം, അതൊരിക്കലും ഞാൻ ചെയ്യില്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. അങ്ങനെ വീണ്ടും ഖുറൈശികൾ നിരാശരായി തിരിച്ചുപോയി. എല്ലാ തന്ത്രങ്ങളും പാളിപ്പോയ മുശ്രിക്കുകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്ലാം മത പ്രചാരണം അവസാനിപ്പിക്കാനുള്ള അടുത്ത നീക്കത്തിലേക്ക് പ്രവേശിക്കുകയാണ്.